6:10 6:09 എന്നെ കോൾ വിളിക്കുന്നത്. അപ്പം വിളിച്ചിട്ട് എന്താ പറഞ്ഞാൽ അങ്ങോട്ട് വരാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ താഴോട്ട് വരാൻ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആ ബൈക്കിരുന്ന സ്ഥലത്താണ് പുള്ളി നിന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചോദിച്ചു വണ്ടിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് വണ്ടി സ്റ്റാർട്ടാവാൻ, വണ്ടി പോകത്തെന്ന് ചോദിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടാവാൻ പ്ലഗ് കംപ്ലൈൻ്റ് ആണെന്ന് തോന്നിയേട്ടാ എന്നൊന്ന് വർക്ക്ഷോപ്പിലാക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ കയറിയ സമയത്ത് ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് എടാ പുതിയ വണ്ടിയല്ലേ, എഞ്ചിന് വാറൻറ്റി ഉള്ളതല്ലേ, നീ ലോക്കൽ വർക്ക്ഷോപ്പിൽ കാണിച്ചാൽ നിനക്ക് വാറൻറ്റി കിട്ടുമെന്ന് വെച്ചാൽ അല്ല ചേട്ടാ എനിക്ക് അത്യാവശ്യമാണ്, അത് റെഡി ആക്കിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചന്തേര അവിടെ എത്തി, ചന്തേര അവിടുത്തെ വർക്ക്ഷോപ്പിൽ ചെന്ന് വർക്ക്ഷോപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ ഇവിടെ തന്നെയെന്ന് വെച്ചപ്പോൾ അല്ല എന്നെ പോലീസ് സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റുള്ള എൻറിച്ച് എന്ന് പറഞ്ഞൊരു സലൂണുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് ആക്കി തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് ആക്കി തരാം കുഴപ്പമില്ല, എൻറിച്ച് അതില്ല ഇപ്പോൾ ഷോപ്പ് പൊളിച്ചിട്ടേക്കണം, അവിടെ ആക്കി തരാമെന്ന് പറഞ്ഞു. അവിടെ ആക്കി ഞാൻ വണ്ടിക്കൂലി മാറ്റി തിരിച്ച് ഇവിടെ വന്നപ്പോഴാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചാൽ ഈ പുള്ളി അറിയാമെന്നോ, ഈ നമ്പർ അറിയാമോ? ഞാൻ അറിയാം, ഫാൻ എന്ന് പറയുന്ന ആളുടെ പുള്ളിയുടെ നമ്പർ അമ്മയുടെ നമ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് പുള്ളി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞില്ല മാനസികമായിട്ട് പ്രശ്നമൊന്നുമില്ല, മദ്യപിക്കുമോ അങ്ങനെ ലഹരി എന്തെങ്കിലും? ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല സാറേ, അവൻ വേറെ കുഴപ്പമൊന്നുമില്ല, അവൻ ഇവിടെ വരുന്ന പിച്ചും വേഗം പറയണ് അവൻ്റെ അമ്മയ്ക്ക് വിഷം കൊടുത്ത്, അനിയന് വിഷം, സഹോദരന് വിഷം കൊടുത്ത് അവൻ വിഷം കഴിച്ചു എന്നൊക്കെ പറയണ്. ഞാൻ അതൊക്കെ ചുമ്മാ വെള്ളം എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പറയണമായിരിക്കും. ഞാൻ ഫോൺ കൊണ്ടുവന്ന് അവൻ്റെ വീട്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. നേരെ അവിടെ ചെന്നപ്പോൾ അവിടെ 2 പോലീസുകാർ ഉണ്ടായിരുന്നു, ഓൾറെഡി അവിടെ പോലീസ് വന്നായിരുന്നു. അപ്പോൾ അവർ എൻ്റെ ഫോൺ അവർ വാങ്ങിച്ചിട്ട് പറഞ്ഞ് നമ്മളിവിടെ എത്തി, കുഴപ്പമില്ല എന്തിനാ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞാൽ അവർ കട്ട് ചെയ്തായിരുന്നു. എന്നിട്ട് അതിന് ശേഷമാണ് വീടൊക്കെ പൊളിച്ച് കയറുന്നതും ബാക്കി ഒക്കെ ചെയ്യണതെല്ലാം അതിന് ശേഷമായിരുന്നു. ഈ വീട്ടിലേക്ക് വിളിച്ച സമയത്ത് എങ്ങനെയായിരുന്നു ഇയാളുടെ ഒരു ശരീരപ്രകൃതോ ഒക്കെ നിങ്ങൾ കണ്ടപ്പോൾ? കുഴപ്പമൊന്നുമില്ല, പക്ഷേ പുള്ളി ഇത് വിയർത്തിട്ടുണ്ടായിരുന്നു, വിയർപ്പുണ്ടായിരുന്നു, ശരീരത്തിൽ വിയർപ്പുണ്ടായിരുന്നു, പിന്നെ ചെറിയ സ്മെല്ലുണ്ടായിരുന്നു, മദ്യത്തിൻ്റെ ചെറിയ സ്മെല്ല് എനിക്ക് അനുഭവപ്പെട്ടു. നമ്മൾ വണ്ടി ചെറിയ വണ്ടിയാണ്, അപ്പോൾ ചെറിയ വണ്ടിയാകുമ്പോൾ അടുത്ത് ബാക്കിരിക്കുന്ന ആളുടെ സ്മെല്ല് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ഒരു ചെറിയ മദ്യത്തിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു, വേറെ അല്ലാതെ ഒരു കുഴപ്പമില്ല. ഫോണിൽ ഞാൻ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാക്കിൽ, വേറെ ഇല്ലില്ല അങ്ങനെ ഒന്നുമില്ല. സാധാരണ ഇരിക്കണ കണക്ക് തന്നെ ഇരുന്ന ഒരു കുഴപ്പമില്ലാതെ തന്നെ ഇരുന്നത്. നേരത്തെ എപ്പോഴെങ്കിലും വണ്ടി ടാക്സി ഓട്ടം പിടിക്കുമ്പോഴൊക്കെ ഇല്ല ഇതുവരെ തോന്നി, ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് മദ്യത്തിന് സ്മെല്ലടിക്കണ തന്നെ ആദ്യമായിട്ടാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്, അവർ വീട്ടിൽ നിന്നൊക്കെ ഓട്ടം പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ പുള്ളി ഒരു 3:10 സമയത്തിനാണ് ഇവിടെ വന്ന് സെയിം മരിച്ച സഹോദരനെയും കൊണ്ട് ഇവിടെ വന്നായിരുന്നു. ഇവിടെ സ്റ്റാൻഡിൽ വന്ന് വണ്ടി വിളിച്ചായിരുന്നു. അപ്പോഴും അപ്പുറത്തൊരു വണ്ടി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ആ വണ്ടിയാണ് സീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ് ചേട്ടത്തി അപ്പുറത്തോട്ട് എടുത്തുകൊണ്ട് ആ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ അവിടെ ഒരാക്കി കൊടുത്തായെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്റ്റുഡിയോയുടെ അപ്പുറത്തോട്ട് വന്ന് നിന്ന് ആ ഇളയ പയ്യനെയും കയറ്റി ഞാൻ നേരെ വെഞ്ഞാറുമൂട് സഹർ മന്തി എന്ന് പറഞ്ഞൊരു മന്തിക്കടയുണ്ട് സിന്ധു തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ്, അവിടെ കൊണ്ടാക്കിയതേ ഉള്ളൂ. തിരിച്ചു എന്തെങ്കിലും വന്നെന്ന് അറിയാമേ കൊണ്ടാക്കിയിട്ട് ഞാൻ വണ്ടിക്കൂലി മാറ്റിക്കൊണ്ട് ഞാൻ തിരിച്ച് പോരാണ് ചെയ്തത്. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും രാവിലെ ഈ പുറത്തൊക്കെ പോയിരുന്നു എന്ന് പറയുന്നു, ഈ പണമിടപാട് സ്ഥാപനത്തിൽ ആ സമയത്ത് അങ്ങനെ ഓട്ടോ പിടിച്ചിരുന്നു? ഇല്ല ഈ പുള്ളി 2 പ്രാവശ്യം വന്ന് വണ്ടി വിളിച്ചോളൂ. ഒരു പ്രാവശ്യം അനിയനെ കൊണ്ടുപോകാനും ഒരു പ്രാവശ്യം പുള്ളി സ്റ്റേഷനിൽ പോകാനും 2 പ്രാവശ്യം. അത് ഒരു 3:10 3:15 ആ സമയത്തിന്. അത് ഫോൺ വിളിച്ചില്ല, സ്റ്റാൻഡിൽ വന്നാണ് വിളിച്ചത്. ഇവിടെ വന്ന അനിയനെയും കൊണ്ട് സ്റ്റാൻഡിലാണ് വന്നത്. ഇങ്ങോട്ട് വെഞ്ഞാറമൂടിലോട്ടാണ് പോയത്. അനിയ അപ്പുറത്തോട്ട് പോയി നിന്ന്, ഇവിടെ വേറെ വണ്ടി സീനിയാരിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് അപ്പുറത്തോട്ട് ആ വണ്ടി വിളിച്ചു പോകാൻ വേണ്ട, അനിയ ഒറ്റയ്ക്കേ ഉള്ളൂ, ചേട്ടൻ കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പുറത്തോട്ട് നിൽക്കില്ല, ഞാൻ വന്ന് വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അപ്പുറത്തെ സ്റ്റുഡിയോ അപ്പുറത്തോട്ട് നിന്നിട്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പൈസയൊക്കെ തന്നു. 130 രൂപ വെഞ്ഞാട്ട് സഹർമന്തിയാക്കിയ 130 രൂപ വണ്ടി കൂലിയും തന്നായിരുന്നു. ഇല്ല ഫോണൊന്നും വന്നില്ല, കോളൊന്നും വന്നില്ല. പുള്ളി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, വേറെ കോളൊന്നും വന്നിട്ടല്ല. ഇല്ല ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. സാധാ ഇരിക്കാനൊക്കെ ഇരുന്ന് തന്നെ. ഇവിടെ എല്ലാവരും വിളിക്കും, സ്റ്റാൻഡിൽ എല്ലാവരും വിളിക്കും, എന്നെ വിളിക്കും, എല്ലാവരും ഓട്ടം വിളിക്കും. അവർ എല്ലാവരും നമ്പരും ഉണ്ട്, മിക്കുള്ളവരുടെ സ്റ്റാൻഡിലെ മിക്കുള്ളവരുടെ നമ്പരും ഉണ്ട് അവരല്ലേ. അല്ലല്ല അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഇല്ല. സന്തോഷം. അല്ലല്ല റോഡിലാണ് നിന്നത്, ആ റോഡിലാണ്. വെഞ്ഞാറോട് വർഷാപ്പിൽ പോകണമെന്ന് പറഞ്ഞു, ചന്തയുടെ അടുത്ത് വർഷാപ്പിൽ പോകണമെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് എൻറിച്ച് കടയിൽ അവിടെ ആക്കി തരാൻ പറഞ്ഞത്. പോലീസ് സ്റ്റേഷന് നേരെയുള്ള എൻറിച്ചിൻ്റെ അവിടെ ആക്കി തരാനാണ് പറഞ്ഞത്. അവിടെ ആക്കിയിട്ട് ഞാൻ തിരിച്ച് പോരാണ് ചെയ്തത്.